അപ്പോഴേ ഒരു 1,00,000 രൂപ ഈ വർഷം എനിക്കൊരു ഹോളിഡേക്ക് പോകാൻ വേണമെന്ന് പറയുന്നതാണോ, 10,000 രൂപ വെച്ച് എല്ലാ മാസവും സേവ് ചെയ്താൽ ഈ വർഷം അവസാനം ഹോളിഡേക്ക് പോകാമെന്ന് കേൾക്കുമ്പോഴാണോ ഒരു സമാധാനം കിട്ടുക? അതുപോലെ ഒരു 15 കിലോ വെയിറ്റ് കുറയ്ക്കണമെന്ന് കേൾക്കുമ്പോഴാണോ, ഈ മാസം ഒരു 4 to 5 കിലോ കുറയ്ക്കണമെന്ന് കേൾക്കുമ്പോഴാണോ നമുക്കൊരു ആശ്വാസം തോന്നുക? ഞാൻ പറയാൻ വന്നത് ഇത് തന്നെയാണ് കേട്ടോ, ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ഗോൾസ്. ചില ആളുകൾക്ക്, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ചിലർക്ക് ആ ഒരു നമ്പർ, ആ ഒരു ക്വാണ്ടിറ്റി ഭയങ്കര വലുതായിട്ട് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഒബ്വിയസ്ലി തോന്നും, ഒരു മടുപ്പ് തോന്നും. അതിപ്പോ പൈസയുടെ കാര്യത്തിലാണെങ്കിലും വെയിറ്റ് കുറയ്ക്കുന്ന കാര്യമാണെങ്കിലും മറ്റെന്തെങ്കിലും ഗോൾസ് ആണെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഒരു പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കണം എന്ന് ആലോചിക്കുന്നതിനേക്കാളും ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച ഒരു 10 പേജ് വായിക്കണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടും, അല്ലെ 10 പേജ് അല്ലേ ഉള്ളൂ തീർക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ലോങ് ടൈം ആയിട്ട് അച്ചീവ് ചെയ്യാൻ ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കോ. ഈ മാസം 4 കിലോ കുറയ്ക്കണമെന്നോ, അല്ലെങ്കിൽ ഈ മാസം എനിക്കൊരു 10,000 രൂപ സേവ് ചെയ്യണമെന്നോ, ഈ മാസം 10 പേജ് ബുക്ക് വായിച്ചു തീർക്കണമെന്നോ വെച്ചോ. ഈ മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ടാർജറ്റ് ഇടാന്നേ. അങ്ങനെയാവുമ്പോൾ നമ്മുടെ കാര്യങ്ങളങ്ങ് എളുപ്പമായി കിട്ടും കേട്ടോ.